ഹലോ ഡിയേഴ്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ടു അനദർ എപ്പിസോഡ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് 2 to 3 ഇയേഴ്സ് സമയത്ത് ഞങ്ങൾ മോൾക്കായിട്ട് ഫോളോ ചെയ്ത ഫുഡ് റൂട്ടീൻ്റെ പാർട്ട് 1 വീഡിയോ ആണ്. ഇത് 2 പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പാർട്ട് 1 നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2 to 2.5 ഇയേഴ്സ് വരെ ഞങ്ങൾ ഫോളോ ചെയ്ത റൂട്ടീനും, പാർട്ട് 2 നമ്മൾ കാണുന്നത് 2.5 to 3 ഇയേഴ്സ് വരെ ഞങ്ങൾ ഫോളോ ചെയ്ത റൂട്ടീനുമാണ്. ഈ ഓരോ റൂട്ടീനും നമുക്ക് 2 to 3 ഇയേഴ്സും ചെയ്യാവുന്നത് തന്നെയാണ്. പക്ഷേ ഞങ്ങളുടെ മോളുടെ എഴുന്നേൽക്കുന്നതിൻ്റെ റുട്ടീനും അതുപോലെ തന്നെ 2 to 2.5 ഇയേഴ്സിൻ്റെ ഇടയ്ക്ക് നമ്മൾ പ്ലേ സ്കൂളിലൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പോസ്റ്റ് ലോക്ക്ഡൗൺ 2.5 കഴിഞ്ഞ് ലോക്ക്ഡൗൺ ഒക്കെ ആയപ്പോഴത്തേക്കും ആ ഒരു സ്കൂൾ റുട്ടീൻ അങ്ങ് മാറി. മാത്രമല്ല എഴുന്നേൽക്കുന്നതിൻ്റെ സമയമൊക്കെ അങ്ങ് മാറി. അപ്പം അതുകൊണ്ടാണ് അതിന് യോജിച്ച ഒരു റുട്ടീനിലേക്ക് നമ്മൾ 2.5 ഇയേഴ്സ് കഴിഞ്ഞിട്ട് മാറിയത്. അപ്പോൾ ഈ 2 റുട്ടീനും തന്നെ പാർട്ട് 1 കാണിക്കുന്ന റുട്ടീനായാലും പാർട്ട് 2 കാണിക്കുന്ന റുട്ടീനായാലും നമുക്ക് 2 to 3 ഇയേഴ്സ് ഫോളോ ചെയ്യാവുന്ന ഒരു റുട്ടീൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ആ റൈറ്റ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂട്ടത്തിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ചൂസ് ചെയ്യുക. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 2 റൂട്ടീനും നമുക്ക് 2 to 3 ഇയേഴ്സിൽ ഫോളോ ചെയ്യാവുന്നതാണ്. ഈ പറഞ്ഞ പോലെ 2 to 2.5 ഇയേഴ്സിന് ഇടയ്ക്കാണ് നമ്മൾ പ്ലേ സ്കൂളിൽ മോളെ ചേർത്തത്. അപ്പോൾ അത് 8:30 നമ്മുടെ ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ ഏതാണ്ട് വീട്ടിൽ നിന്ന് ഒരു 7:45 ഇറങ്ങേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു ടൈം വെച്ചിട്ടാണ് ഞങ്ങൾ രാവിലത്തെ എഴുന്നേൽക്കുന്നതിൻ്റെയൊക്കെ ടൈം സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. 6:30 മോൾ എന്തായാലും എഴുന്നേൽക്കുന്ന കൂട്ടത്തിൽ തന്നെയായിരുന്നു. അങ്ങനെ തന്നെ എഴുന്നേൽക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഞങ്ങൾ മോളെ ആ സമയത്ത് തന്നെ നമ്മൾ വിളിച്ച് ഉണർത്താറുണ്ടായിരുന്നു. എഴുന്നേറ്റ ഉടനെ തന്നെ ഫസ്റ്റ് ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കഴിച്ചിരുന്നത് കുറച്ച് ആൽമണ്ട്സ് ആണ്. ഒരു 2 or 3 ആൽമണ്ട്സ്. അതിന് തലേ ദിവസം നമ്മൾ എല്ലാവരും കഴിക്കാറുണ്ട്. അപ്പോൾ അത് അല്പം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാറാണ് പതിവ്. അടുത്ത ദിവസം രാവിലെ അത് പീൽ ചെയ്തിട്ട് മോളൊരു 2 to 3 ആൽമണ്ട്സ് കഴിക്കാറുണ്ട്. ആൾക്ക് കഴിക്കാൻ ഇത് വലിയ ഇഷ്ടമുള്ള ഒരു സാധനമാണ്. അപ്പോൾ നിർബന്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. കുട്ടികളങ്ങനെ ഫോഴ്സ്ഫുള്ളി ഫീഡ് ചെയ്യിക്കേണ്ട കാര്യമില്ല. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് ഏതാണ്ടൊരു 7:15 to 7:45 അതിനുള്ളിലാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ തന്നെയാണ്. അപ്പോൾ 1 to 2 ഇയർ സമയത്ത് തൊട്ട് തന്നെ നമ്മൾ വീട്ടിലുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത് ശീലിപ്പിച്ചിരുന്നു ഓൾറെഡി. പക്ഷേ കുട്ടികളുടെ ടേസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നതിന് നല്ല വ്യത്യാസം ഓരോ പീരിയഡിലും ഉണ്ടാവും. അപ്പോൾ ആ ഒരു 1 to 2 ഇയർ സമയത്ത് ഇഡ്ഡലി എന്ന് പറയുന്നത് ആൾക്കൊട്ടും ഇഷ്ടമല്ലാത്തൊരു ഭക്ഷണമായിരുന്നു. പക്ഷേ 2 ഇയേഴ്സൊക്കെ കഴിഞ്ഞ് ആ ഒരു സമയം തൊട്ട് ഇഡ്ഡലി കഴിച്ചു തുടങ്ങി. അപ്പോൾ അങ്ങനെ ഇഡ്ഡലിയുടെ കാര്യത്തിൽ മാത്രമല്ല, പണ്ട് കഴിച്ചിരുന്ന പല ഭക്ഷണവും പുട്ടൊക്കെ വലിയ ഇഷ്ടമായിരുന്നു ഈ 1 to 2 ഇയർ സമയത്ത്. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുട്ട് കഴിക്കാൻ വലിയ താല്പര്യം കാണിച്ചിരുന്നില്ല. ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഇഷ്ടമല്ലാത്ത ഭക്ഷണങ്ങൾ എന്ന് പറയുന്നതിൽ നല്ലൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് 7:45 ആവുന്ന സമയത്താണ് നമ്മൾ സ്കൂളിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബൈ 8:30 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ഒരു 9:30 or 10 അടുപ്പിച്ചാണ് അവരുടെ സ്നാക്സിൻ്റെ ബ്രേക്ക് വരുന്നത്. അപ്പോൾ സ്കൂളെന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ അത് പ്ലേ ഗ്രൂപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്നാക്സ് ബ്രേക്ക് വരുന്നത് 10 o'clock ആണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ മോൾക്ക് പെട്ടെന്ന് എടുത്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫിംഗർ ഫുഡ്സാണ് കൊടുത്തയച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ഒരു വീക്ക് നമ്മൾ അവിടെ പോയിരിക്കുമ്പോഴത്തേക്കും നമുക്ക് അതിന് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവുമല്ലോ. അപ്പോൾ അതിൽ പല കുട്ടികളും ചെയ്തിരുന്നതെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവർ പറഞ്ഞത് വളരെ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കുക, എന്നിട്ട് ഈ ഒരു സ്നാക്ക് ബ്രേക്ക് സമയത്താണ് അവരുടെ പ്രോപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ പല കുട്ടികളും ഇഡ്ഡലി ദോശയൊക്കെ കൊണ്ടുവരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ മോളുടെ കാര്യത്തിലാണെങ്കിൽ ആൾക്ക് എളുപ്പത്തിൽ കഴിക്കാവുന്ന ഫുഡ്സ് അല്ലെങ്കിൽ ഫിംഗർ ഫുഡായിട്ട് എടുത്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്നാക്സ് ആണ് പ്രിഫർ ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ 7:15 to 7:45 ആ ഒരു സമയത്തിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിരുന്നത്. മാത്രമല്ല ആ സമയത്തിൽ കൊടുക്കുമ്പോഴും മോൾ അങ്ങനെ വലിയ വാശി കാണിച്ച് കഴിക്കാതിരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ റൂട്ടീൻ ഫോളോ ചെയ്തത്. ഇതിന് പകരം നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ ഇപ്പോൾ 7:15 അല്ലെങ്കിൽ 7:30 എന്നുള്ള സമയത്ത് അല്ലെങ്കിൽ 8 മണി എന്നുള്ള സമയത്ത് കുട്ടികൾ ഭക്ഷണം കഴിക്കാനായിട്ട് മടി കാണിക്കുന്ന കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് എന്തെങ്കിലും വളരെ ലൈറ്റായിട്ട് നമ്മളിപ്പോൾ ഹോം മെയ്ഡ് ബിസ്ക്കറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്നാക്കും ഒരു കപ്പ് പാലും കൂടി കൊടുക്കുക. അത് കഴിഞ്ഞ്
ഈ ഒരു സ്നാക്ക് ബ്രേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ബൈ അബൌട്ട് 10 o'clock വരുന്ന ആ ഒരു ബ്രേക്ക് സമയത്ത് പ്രോപ്പറായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ടിഫിൻ ബോക്സിലാക്കി കൊടുക്കാവുന്നതാണ്. പക്ഷെ ഞങ്ങൾ ചെയ്തിരുന്ന ഈ ഒരു രീതിക്കാണ്. അപ്പോൾ അത് ഓരോ കുട്ടികളുടെയും പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് പാൻ കേക്ക്സ് അല്ലെങ്കിൽ നമ്മുടെ ഒറട്ടി, കേസരി എന്ന് പറയുന്നത് സ്പൂൺ വെച്ച് കഴിക്കാൻ പറ്റുന്നതാണ്. അതും വലിയ ഇഷ്ടമായിരുന്നു. അല്ലെങ്കിൽ ഫ്രൂട്ട്സ് വളരെ ചുരുക്കം ദിവസങ്ങളിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ലൈക്ക് ഗ്രേപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ സീഡ്ലെസ് ഗ്രേപ്സ് ഒക്കെ ആൾക്ക് വലിയ ഇഷ്ടമാണ്. നല്ല മധുരമുള്ള ഗ്രേപ്സ് നല്ല സീസണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് അതാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ വീട്ടിൽ സ്കൂളില്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ നമ്മൾ വീട്ടിൽ ചില ദിവസങ്ങളിൽ എണീക്കാൻ വൈകുന്നുണ്ട് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ലേറ്റായിട്ടാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഹെവി ആയിട്ടുള്ള സ്നാക്സ് കൊടുക്കാറില്ല. അതിന് പകരം കുറച്ച് ലൈറ്റായിട്ട് ഒരു ലെമൺ ജ്യൂസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കട്ട് ഫ്രൂട്ട്സോ ഒക്കെയാണ് കൊടുത്തിരുന്നത്. പിന്നെ വലിയ ഇഷ്ടമുള്ളത് കുക്കീസ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ റാഗി ബിസ്ക്കറ്റ്സ് തയ്യാറാക്കുന്നതൊക്കെ നമ്മൾ നേരത്തെ തന്നെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വൺ ഓഫ് ദ ഫേവറേറ്റ് സ്നാക്സ് ആണ്. അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തയക്കാറുണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും മോൾക്ക് ഈസി ആയിട്ട് എടുത്ത് കഴിക്കാനും അതുപോലെ തന്നെ വളരെ ഇഷ്ടമുള്ളതുമായിട്ടുള്ള സ്നാക്സാണ് ഞാൻ കൊടുത്തയക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ ഫുഡ് ഐറ്റംസിൻ്റെ ഒക്കെ പല റെസിപ്പീസും നമ്മൾ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഇവിടെയും ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ലഞ്ചിന് നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ തന്നെയാണ്. മട്ടയരിയുടെ ചോറാണ് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും ആൾക്ക് മട്ടയരി നമ്മുടെ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ സാമ്പാർ ചില ദിവസങ്ങളിൽ നല്ല സാമ്പാർ കൂട്ടി കഴിക്കാറുണ്ട്. പക്ഷേ പല ദിവസങ്ങളിലും മട്ടയരി ബാക്കി കറികളാണെങ്കിൽ കഴിക്കാനായിട്ട് കുറച്ച് മടിയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ പല ദിവസങ്ങളിലും പൊന്നിയുടെ ബോയിൽഡ് റൈസ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ദാലും പൊന്നിയുടെ ബോയിൽഡ് റൈസ്, ദാലെന്ന് പറയുന്നത് നമ്മൾ പാലക് ദാലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതും നമ്മുടെ വൈറ്റ് റൈസും ഒക്കെ കഴിക്കാനായിട്ട് വലിയ ഇഷ്ടമാണ്. എന്നാൽ മട്ടയരി ഉണ്ടാക്കുമ്പോൾ നമ്മുടെ സദ്യക്കുള്ള പരിപ്പോ അല്ലെങ്കിൽ ജസ്റ്റ് പ്ലെയിൻ നല്ല കട്ട തൈരൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാനായിട്ട് ഇഷ്ടമാണ്. അതുപോലെ തന്നെ വെജിറ്റബിൾസിൽ ആൾക്ക് തോരൻ അങ്ങനെ കഴിക്കാനായിട്ട് ഇഷ്ടമല്ല. മെഴുക്കുവരട്ടി ആണ് കൂടുതൽ താല്പര്യം. അപ്പോൾ എസ്പെഷ്യലി കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ട്. ആ വെജിറ്റബിൾസ് ആണെങ്കിൽ കഴിച്ചോളും. പക്ഷെ അല്ലെങ്കിൽ കഴിക്കാനായിട്ട് മടിയാണ്. ഞാനങ്ങനെ അധികം ഫോഴ്സ് ചെയ്യാറില്ല. ആ ഒരു സമയത്ത് ഇപ്പം പാലക് ദാലൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് പിന്നെ പ്രശ്നമില്ലല്ലോ, പാലക്കൊക്കെ ദാലിൽ കൂടെ തന്നെ കുട്ടികൾക്ക് കിട്ടിക്കോളും. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിലാണ് ഞാൻ മീൽസ് പ്ലാൻ ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ ചപ്പാത്തീസ്, ഈ ഒരു പ്രായത്തിലും ചപ്പാത്തി പറാഠയൊക്കെ കഴിക്കാനായിട്ട് വലിയ ഇഷ്ടമാണ്. പല ദിവസങ്ങളിലും ചപ്പാത്തിയും കറികളും ഒക്കെ ഉണ്ടാക്കാറുണ്ട്, അല്ലെങ്കിൽ പറാഠാസ് ഉണ്ടാക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ചോറ് തന്നെ ഇതുപോലെ മോൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കറിയെങ്കിലും ഉണ്ടാവാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ ഇപ്പം ഒട്ടും ഇഷ്ടമല്ല അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ദിവസം ഈ ഇഷ്ടമുള്ള സാധനം തന്നെ കഴിക്കാനായിട്ട് മടി കാണിക്കുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ തൈര് കൂട്ടി കഴിക്കാൻ എല്ലാ ദിവസവും ഇഷ്ടമാണ്. അപ്പോൾ ചോറും നല്ല കട്ട വീട്ടിലുണ്ടാക്കിയ തൈരും അതുപോലെ തന്നെ അത് രണ്ടും എന്തായാലും കഴിക്കും. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടി മീൻ കഴിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഈ ഒരു പീരീഡിൽ നമ്മൾ ഡെയിലി മീൻ വാങ്ങാറില്ല. പക്ഷേ മീൻ വാങ്ങിച്ചിരുന്ന ദിവസങ്ങളിലാണെങ്കിൽ മീൻ ഫ്രൈ ചെയ്ത് കഴിക്കാനായിട്ട് ഇഷ്ടമാണ്. പിന്നെ വീക്കെൻഡ് സമയത്ത് നമ്മൾ ചിക്കനോ മട്ടനോ ഒക്കെ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ നോൺ വെജ് ആ ഒരു രീതിയിലാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ്, ലഞ്ച് കഴിഞ്ഞിട്ടാണ് നാപ്പ് ചെയ്തിരുന്നത്. നാപ്പ് ഏതാണ്ട് ഒരു 1.5 തൊട്ട് 2 മണിക്കൂർ വരെ ഉറങ്ങാറുണ്ട്. ഉറങ്ങി എണീറ്റ ശേഷം വീണ്ടും സ്നാക്സിൻ്റെ സമയമാണ്. അപ്പോൾ സ്നാക്സ് സമയത്ത് നമ്മൾ 1 കപ്പ് പാല് എന്തായാലും കൊടുത്തിരുന്നു. ഈ ഒരു പീരിയഡിൽ പാലിൽ അങ്ങനെ എന്തെങ്കിലും മിക്സ് ചെയ്തൊന്നും കൊടുക്കേണ്ട കാര്യമല്ല. ഇൻഫാക്റ്റ് ഷുഗർ പോലും ഇടാതെയാണ് കുടിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ അങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ 2.5 തൊട്ട് 3 ഇയേഴ്സ് ആയപ്പോഴത്തേക്ക് അങ്ങനെ തന്നെ കുടിക്കാനായിട്ട് മടിയുണ്ടായിരുന്നു. അപ്പോൾ അതിന് തക്കതായിട്ടുള്ള ഹെൽത്ത് ഡ്രിങ്ക്സ് വീട്ടിൽ തന്നെ നമ്മൾ പൊടി പോലെ തയ്യാറാക്കി വെക്കാറുണ്ടായിരുന്നു. അതുപോലെ റാഗി മാൾട്ടും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ സെക്കൻഡ് പാർട്ട് ഓഫ് ദ വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ ജസ്റ്റ് പ്ലെയിൻ പാല് തന്നെയാണ് കുടിക്കാൻ താല്പര്യം കാണിച്ചിരുന്നത്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് വിത്ത് എന്തെങ്കിലും ഒരു സ്നാക്സ് മിക്കവാറും നമ്മൾ നേരത്തെ ആ ഒരു സ്നാക്ക് ബോക്സിൽ കൊടുക്കാനായിട്ട് പറഞ്ഞ ഐറ്റംസ് തന്നെയായിരിക്കും ഈ ഒരു സമയത്തും കൊടുത്തിരുന്നത്. ഫ്രൂട്ട്സ് മിക്കവാറും കൊടുത്തിരുന്നില്ല. ഈ ഒരു പീരിയഡിൽ നമുക്ക് അതുപോലെ കുക്കീസോ അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന മറ്റു തരത്തിലുള്ള കൊഴുക്കട്ട അല്ലെങ്കിൽ പാൻ കേക്ക്സ് അങ്ങനത്തെ രീതിയിലുള്ള സ്നാക്സ് ആണ് കൊടുത്തിട്ടുള്ളത്.
വൈകിട്ട് സ്നാക്സിന് അതുപോലെ ചില ദിവസങ്ങളിൽ മുട്ട നമ്മൾ സ്ക്രാമ്പിളാക്കിയോ അല്ലെങ്കിൽ ബുൾസൈ ആയിട്ട്, ഈ ഒരു സമയത്ത് സ്ക്രാമ്പിളും ഓംലെറ്റിനേക്കാളും ഏറ്റവും ഇഷ്ടം ബുൾസൈ ആയിരുന്നു. അപ്പോൾ ആ ഒരു പീരിയഡിൽ ഞാൻ ബുൾസൈ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിയുമ്പോഴത്തേക്കും പ്ലേ ടൈമാണ്. അപ്പോൾ ഒരു 1.5 മണിക്കൂറോളം, ഒരു 1 to 1.5 hours ആൾ പ്ലേ ഗ്രൗണ്ടിൽ കളിക്കാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് വീണ്ടും ഒന്ന് ഫ്രഷൻ അപ്പ് ചെയ്ത ശേഷമാണ് ഡിന്നർ കഴിച്ചിരുന്നത്. ഇനി ഡിന്നറിൻ്റെ കാര്യം നോക്കാം. ഡിന്നറിൻ്റെ കാര്യത്തിൽ നമ്മൾ ഏതാണ്ട് ഈ ഒരു സമയത്ത് ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നത്, ഇപ്പോൾ ചപ്പാത്തി ആണെങ്കിൽ അത് ചപ്പാത്തി ആയിരിക്കും, അല്ല ചോറാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കറിയൊക്കെ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ ചോറും ആ ഇഷ്ടമുള്ള കറികളാണെങ്കിൽ അത് വെച്ച് തന്നെ കൊടുക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു 2 years കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ ഞങ്ങളുടെ മോളാണെങ്കിൽ എന്താണ് ഭക്ഷണം ഡിന്നറിന് വേണ്ടത് എന്നുള്ളത് ആൾ തന്നെ പ്രിഫറൻസ് അനുസരിച്ച് പറയാറുണ്ടായിരുന്നു. അതായത് വാശി കാണിച്ച് നമ്മൾ കൊടുക്കുന്ന സാധനം വേണ്ട എന്ന് പറയുന്ന രീതിയല്ല. ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ചോറാണ്, അന്ന് ചോറ് കഴിക്കുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ചോറ് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു 1-2 ഓപ്ഷൻ കൊടുക്കും. ഇപ്പോൾ ദോശമാവ് ഉണ്ടെങ്കിൽ ദോശ ഉണ്ടാക്കട്ടെ, അല്ലെങ്കിൽ പാൻ കേക്ക് തരട്ടെ. ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ഓപ്ഷൻസ് കൊടുക്കും. അല്ലെങ്കിൽ ഓട്സ് പാലിൽ കുറുക്കിയിട്ടുള്ളത് ഇഷ്ടമായിരുന്നു രാത്രി കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള ഏതെങ്കിലും ഓപ്ഷൻസ് 1-2 ഞങ്ങൾ കൊടുക്കുമ്പോഴത്തേക്കും അതിൽ നിന്നും ഒരെണ്ണം പിക്ക് ചെയ്യാറായിരുന്നു പതിവ്. അപ്പോൾ ഹൈഡ്രേഷൻ്റെ കാര്യത്തിൽ മെയിനായിട്ട് നമ്മൾ വെള്ളം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടിയും വൈകിട്ട് സ്നാക്സിൻ്റെ കൂടിയും ഒരു ചെറിയ കപ്പ് പാല് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ജ്യൂസായിട്ട് നമ്മൾ മെയിനായിട്ട് കൊടുത്തിട്ടുള്ളത് നാരങ്ങ പോലത്തുള്ള സിട്രസ് ഫ്രൂട്ട്സ് മാത്രമാണ്. അല്ലാതുള്ള എല്ലാ ഫ്രൂട്ട്സും ഫൈബറോട് കൂടി അത് കടിച്ച് കഴിക്കാനാണ് നമ്മൾ എൻകറേജ് ചെയ്തിട്ടുള്ളത്. അതായത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യുക, എന്നിട്ട് ഒരു ബൗളിലാക്കി ഒരു ഫോക്കും കൂടി കൊടുക്കുകയാണെങ്കിൽ ആൾ ആ ഫോക്ക് ഉപയോഗിച്ച് കഴിക്കാറായിരുന്നു പതിവ്. അപ്പോൾ ഫൈബറുള്ള ഫ്രൂട്ട്സ് അങ്ങനെ തന്നെ കഴിക്കാനാണ് ഞങ്ങൾ എൻകറേജ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ മിൽക്ക് ഷേക്സ് പോലത്തുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ ഈ ഫൈബർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ചില ജ്യൂസസ് ഒക്കെ കഴിക്കുമ്പോഴത്തേക്കും അത് നമ്മൾ അരിച്ചിട്ടായിരിക്കുമല്ലോ കൊടുക്കുന്നത്. അപ്പോൾ ഫൈബറൊക്കെ അതിൽ നമുക്ക് നഷ്ടപ്പെടും. നമുക്ക് കിട്ടുന്നത് അതിൻ്റെ ഷുഗർ കണ്ടൻറ്റും മാത്രമായിരിക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിൽക്ക് ഷേക്സ് ആണെങ്കിലും നമ്മൾ ഫിൽട്ടർ ചെയ്ത് കളയുന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു രീതിക്കുള്ള, ഇപ്പോൾ ബട്ടർ ഫ്രൂട്ടിൻ്റെ ഒക്കെ മിൽക്ക് ഷേക്ക് വളരെ ഇഷ്ടമാണ്. മാംഗോ അതുപോലെ ലസ്സി ആയിട്ടും മിൽക്ക് ഷേക്ക് ആയിട്ടും ഒക്കെ കുടിക്കുന്നത് വലിയ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ ഫ്രൂട്ട്സ് മിൽക്ക് ഷേക്സ് ആയിട്ട് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ അതങ്ങനെ തന്നെ കഴിക്കാനായിട്ടാണ് എൻകറേജ് ചെയ്തിട്ടുള്ളത്. സിട്രസ് ഫ്രൂട്ട്സ് ആണെങ്കിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ലൈമൊക്കെ ആണെങ്കിൽ പല ദിവസങ്ങളിൽ നമ്മൾ ലൈം ജ്യൂസൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ 2 to 2.5 year വരെ ഫോളോ ചെയ്ത റുട്ടീനെ കുറിച്ച് പറയാനുണ്ടായിരുന്നത്. 2.5 to 3 years വരെ ഉള്ള റുട്ടീൻ നമുക്ക് പാർട്ട് 2 വീഡിയോയിൽ കാണാം. തീർച്ചയായിട്ടും കാണാം. കാരണം ഈ ഒരു 2 to 2.5 നമുക്ക് ആ റുട്ടീൻ ഫോളോ ചെയ്യാവുന്നതാണ്. കാരണം പല കുട്ടികളും നേരത്തെ എഴുന്നേൽക്കുന്ന ശീലമൊന്നും ഇല്ലാത്തവരായിരിക്കും. അപ്പോൾ ആ ഒരു ഇതാണെങ്കിൽ നമുക്ക് 2.5 to 3 ഞങ്ങൾ ഫോളോ ചെയ്ത റുട്ടീൻ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ബൈ.